സായി ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്നത് ഒരു മൈൻഡ് ഗെയിമാണ്. അത് നമുക്ക് പലപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ അറിയുള്ളൂ. സായി പലരെയും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് പവർ ടീമിലേക്ക് എത്താനായിട്ട് വടംവലി ടാസ്ക്കാണ്. പവർ ടീമും അതുപോലെ തന്നെ നമ്മുടെ പൂജയുടെ ടീമും തമ്മിലുള്ള ഒരു വടംവലിയാണ് അവിടെ വരുന്നത്. ആ സമയത്ത് അവർക്ക് ഈ രണ്ട് ടീമിനെയും ഇഷ്ടമുള്ളവർക്ക് താല്പര്യമുള്ള ടീമായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സായിയുടെ ടീം അവിടെ തീരുമാനിച്ചത് ആദ്യം പൂജയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം, കിച്ചൺ ടീമിനെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് അവർ ആദ്യം പറയുന്നത്. പക്ഷേ അവിടെ സായി കറക്റ്റായിട്ട് ടീമിലെ എല്ലാ മെമ്പേഴ്സിനെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് അവിടെ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ പവർ ടീമിലുള്ളവരെ സപ്പോർട്ട് ചെയ്താൽ നമുക്കുള്ള ഗുണങ്ങളെക്കുറിച്ച് സായി അവിടെ പറയുന്നുണ്ട്. പവർ ടീമിൻ്റെ അടുത്ത് നമുക്ക് പറയാം, നമ്മുടെ ഭിക്ഷയാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പവർ ടീമിലെ സ്ഥാനം, നമ്മുടെ കാലടിയിൽ അവരെ കൊണ്ടുവരാം. പ്രത്യേകിച്ച് ഇനി പവർ ടീമിനെ നമുക്ക് ഭരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യത്തെ തവണ അവർ പവർ ടീമിൽ വന്നത് അവരുടെ ഇതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തവണ അവർ ജയിച്ചു വരുന്നത് നമ്മുടെ ഔദാര്യം കൊണ്ടാണ്. അപ്പം നമ്മുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ രണ്ടാമത്തെ തവണ പവർ ടീമിൽ കയറിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തവണയും അവരെ നമുക്ക് അടിച്ചിരുത്താനായിട്ട് കഴിയും, ഓരോ തവണയും. അതുപോലെ അവരുടെ മുകളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ അവരുടെ ലക്ഷറി ബഡ്ജറ്റുകളും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജയിലിലേക്ക് വിടില്ല എന്നുള്ളൊരു ഓഫർ, അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓഫർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഒരാളെ ഡോമിനേറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ കിച്ചൺ ടീമിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഗുണം തന്നെയാണ്. പക്ഷേ അവർ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, നമ്മുടെ ഔദാര്യം കൊണ്ടാണെന്ന് നമുക്ക് അവരുടെ അടുത്ത് പറയാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഇവർ ഒന്നാമത്തെ തവണ ആയിട്ട് രണ്ടാമത്തെ തവണ ഇവരിനി ജയിച്ചു കഴിഞ്ഞാൽ തികച്ചും നമ്മുടെ ഔദാര്യം കൊണ്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതല്ലേ ബെറ്റർ എന്ന് ചോദിച്ച വഴിക്ക് എല്ലാവരും ഡബിൾ ഓക്കെ പറഞ്ഞു സായിയുടെ അടുത്ത്. സായി കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ജിൻഡപ്പം മാത്രമാണ് അവിടെ ഒന്ന് എതിർത്ത് നിന്നത്. ജിൻഡോയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻ്റാണ് കിച്ചൺ ടീമിലുള്ളത്. ഒന്ന് നമ്മുടെ മുടിയനും ജാൻമണിയും. അവർ രണ്ടുപേരും ജിൻഡപ്പൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം, ജിൻഡു ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറയുന്നത് കൊണ്ട് ജിൻഡോയ്ക്ക് അവിടെ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാണ് വരുന്നത്. അപ്പോൾ ജിൻഡോൻ്റെ അടുത്ത് അവിടെ കറക്റ്റായിട്ട് സായി ഒരു കാര്യം പറയുന്നുണ്ട്. ജിൻഡോ, ഏത് പവർ ടീം വന്നാലാണ് ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുക? ജിൻഡോ എന്തിനാണ് വന്നത്? കളിക്കാനായിട്ട്. കളിക്കണം എന്നുണ്ടെങ്കിൽ ജിൻഡോൻ്റെ എതിർ ടീം പവർ ടീം ആയാലേ ജിൻഡോന് അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ, ജിൻഡോനയ്ക്ക് കളിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ജാൻമണിയും മുടിയനും അവിടെ വന്നു കഴിഞ്ഞാൽ, ഋഷിയും അവിടെ വന്നു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് അവിടെ കളിക്കാനുള്ള സ്പേസ് നഷ്ടപ്പെടാണ്. അപ്പോൾ ഏത് ടീമിൽ കയറണമെന്ന് ഇനി ജിൻഡോ തീരുമാനിച്ചോളം പറഞ്ഞു. അങ്ങനെ ജിൻഡോ ഇവരുടെ ഒപ്പം പവർ ടീമിൻ്റെ ഒപ്പം നിൽക്കാം എന്ന് തീരുമാനിച്ചു വരികയും, എന്നാൽ അവിടെ ലാസ്റ്റ് വന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഋഷി ആണെങ്കിലും ജാൻമണി ആണെങ്കിലും ജിൻഡോ ഈ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്നുള്ള ഒരു ഇമോഷൻ കണക്ഷൻസ് അവിടെ ജിൻഡോൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ ജിൻഡോയ്ക്ക് വേറെ രക്ഷയില്ലാതെ വന്ന് ജിൻഡോ അവരുടെ കൂടെ കിച്ചൺ ടീമിൻ്റെ ഒപ്പം നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോവുകയാണ് ഉണ്ടായത്. പക്ഷേ എനിക്ക് തോന്നുന്നു സായിയുടെ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അത് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് അവിടെ സായി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. സായിയുടെ ഒരു മൈൻഡ് ഗെയിം നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും ദിവസം സായി അവിടെ പലരുടെ അടുത്ത് ചെറുതായി ഒരു മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു സായി ഇന്ന് നടത്തിയ അവിടുത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത്.